വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആശാൻ സുരേഷ് ഗോപി വീണ്ടും ലൈം ലൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ എത്തിച്ചിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ എന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു മാധ്യമങ്ങളെല്ലാം. സുരേഷ് ഗോപിയുടെ നേർക്ക് ഒരു സ്ത്രീയെ കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു. സുരേഷ് ഗോപി മാതാവിന് കൊടുത്ത കിരീടം ചെമ്പാണെന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് പാപ്പരാസികൾ പോലെ മാധ്യമങ്ങളെല്ലാം സുരേഷ് ഗോപി വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതുപക്ഷെ ഈ മാധ്യമ പുങ്കവന്മാരെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നക്കികളായതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് അതിന്റെ ടോപ്പിലും തലപ്പത്തും ഒക്കെ ഇരിക്കുന്നത്, വിവരമില്ലെങ്കിലും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും സുരേഷ് ഗോപി ലൈം ലൈറ്റിൽ എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപി എന്തൊരു ചെറിയ വാചകം പറഞ്ഞാലും അതെടുത്ത് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴുള്ള മാധ്യമങ്ങളുടെ ഒരു 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 എന്താ സ്റ്റൈലായി മാറിയിരിക്കുകയാണ്. അത് പിന്നെ അവരുടെ വയറ്റിപ്പഴപ്പിന്റെ ഒരു ഭാഗം കൂടെയാണെന്ന് പറയാം. കാരണം നല്ല ന്യൂസ് വാല്യൂ ഉള്ള മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. നമ്മുടെ മലയാളികൾ എല്ലാവരും കാണും. അതിപ്പോ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, എല്ലാവരും കാണും എന്നുള്ളത് കൊണ്ട് നല്ല ന്യൂസ് വാല്യൂ ഉള്ള മനുഷ്യനാണ്. അപ്പൊ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസം വന്നൊരു സ്പീച്ച്, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് SC/ST വകുപ്പ് ഭരിക്കാൻ ഒരു ഉന്നത കുലജാതനും എന്നാൽ ഈ എന്താണ് ബാക്കിയുള്ള, അതായത് SC/ST വകുപ്പ് ഒഴിച്ച് ബാക്കിയുള്ള മുന്നോക്ക വകുപ്പ് ഭരിക്കാനായിട്ട് ഒരു SC/ST, അതായത് ഒരു പിന്നോക്കക്കാരൻ. അദ്ദേഹം ഉദ്ദേശിച്ചത് മുന്നോക്ക വകുപ്പ് ഭരിക്കാൻ പിന്നോക്കക്കാരും പിന്നോക്ക വകുപ്പ് ഭരിക്കാൻ മുന്നോക്കക്കാരും വരണമെന്നാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞ വാക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാധ്യമ പുങ്കവന്മാരുടെ കുരു പൊട്ടിച്ചത്. ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക്, ആരാണ് ഈ ഉന്നത കുലം, എന്താണ് ഈ ഉന്നത കുലജാതൻ എന്നൊക്കെയാണ് ഇവര് ചോദിക്കുന്നത്. ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ സുരേഷ് ഗോപിയെ ഇവര് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, നല്ല കാര്യം. സുരേഷ് ഗോപിയെ ഓഡിറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അതിനു മുമ്പ് നമുക്ക് സുരേഷ് ഗോപി ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പാർലമെന്റിൽ സുരേഷ് ഗോപി രാജ്യസഭ MP ആയിരുന്ന സമയത്ത് ഇവിടുന്ന് എത്ര രാജ്യസഭ MPമാരുണ്ടായിരുന്നു പാർലമെന്റിലേക്ക്? ഇന്നും ഇവിടെയുള്ള SC/ST ആദിവാസി വിഭാഗങ്ങളെല്ലാം അധകൃതരായിട്ട് തന്നെയാണ് കഴിയുന്നത്. കാരണം അവരെ അധകൃതരാക്കി ഇടുന്നത് ഈ പാർട്ടികളിലെ സോക്കോൾഡ് ഉന്നത കുലജാതന്മാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പാർട്ടികളുടെ സോക്കോൾഡ് ഉന്നത കുലജാതന്മാർക്ക് SC/ST വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പാർലമെന്റിൽ ഉന്നയിക്കാൻ നാവില്ലാതിരുന്ന സമയത്ത് അവർക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് സുരേഷ് ഗോപി അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. എന്തിനു പോകുന്നു? വട്ടവടയിൽ അഭിമന്യുവിന്റെ ചോര വീണ മണ്ണായിട്ടുള്ള വട്ടവടയിൽ, അവിടെ അഭിമന്യുവിന്റെ കുടുംബമുള്ള അവിടെ അഭിമന്യുവിന്റെ വട്ടവടക്കാർക്ക് വേണ്ടി സുരേഷ് ഗോപി അവിടെ ഒരു ദിവസം ചെന്നേയുള്ളൂ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ ഉയർത്തിയ ഒരേ ഒരു മലയാളം MP സുരേഷ് ഗോപി മാത്രമാണ്. 20 MPമാരിൽ ആദിവാസികൾക്ക് വേണ്ടി ഒന്നും പറയാതിരുന്നപ്പോഴാണ് അദ്ദേഹം നിരന്തരം കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത്. MP ഫണ്ടിന്റെ 50% വിനിയോഗിച്ചത് കേരളത്തിലെ ആദിവാസി കോളനികളിലാണെന്നുള്ള ഒരു കാര്യം. അട്ടപ്പാടി, വയനാട്, ഇടമലക്കുടി, അവിടെയുള്ള ആദിവാസി കോളനികളിൽ വെളിച്ചവും വെള്ളവും എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവിടെയുള്ള ആദിവാസികൾ വെളിച്ചവും വെള്ളവും പോലും ഇല്ലാതെ നരകിക്കുകയായിരുന്നു എന്നുള്ളത്. പോരാത്തതിന് എന്താണ് ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, അതായത് ഇദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുന്നെങ്കിലും ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വിഷയം ഇപ്പൊ വലിയ വിവാദത്തിലേക്ക് മാറുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ജോർജ് കുര്യന്റെ വിഷയം. ജോർജ് കുര്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് കേരളത്തിനൊന്നും തന്നില്ല, നമ്മുടെ നെടുമുടിയാണ് കരയുന്നത് പോലെ, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് കരയുന്നത് പോലെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും എല്ലാം ഈ ബഡ്ജറ്റ് വരുമ്പോൾ പറയുന്നത്. അതായത് കേരളത്തിനെ അവഗണിച്ചു. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, കേരളത്തിനെ അവഗണിച്ചു, ഒന്നും കിട്ടിയില്ല, ഒന്നും തന്നില്ല എന്നൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ജോർജ് കുര്യൻ പറഞ്ഞു, ശരി, കേരളത്തിനൊന്നും തന്നില്ല നിങ്ങൾ പറയും, ഇത് പിന്നോക്ക സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതായത് പിന്നോക്കമായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ കൊടുക്കും. അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് കൂടുതൽ, അതായത് അസുഖബാധിതനായിട്ടുള്ള ഒരു അച്ഛന് 3-4 മക്കളുണ്ടെങ്കിൽ അതിൽ അസുഖം ബാധിച്ച ഒരു മകനുണ്ടെങ്കിൽ അവന് നമ്മൾ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുമല്ലോ, അവനും കൂടെ കയറി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ പിന്നോക്കമാണെന്ന് പിന്നോക്കമല്ലല്ലോ, പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കേരളം പിന്നോക്കമല്ല എന്നൊരു BJP മന്ത്രി തന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇവരിത് എന്താ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്ന എല്ലാത്തിന്റെയും? ഇതിന്റെ ക്രക്സ് എടുക്കാതെ ഉണ്ടല്ലോ, ഇത് ട്വിസ്റ്റ് ചെയ്ത്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ അടുത്ത് നിന്നിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മോദിക്ക് ഇഷ്ടപ്പെട്ട പഴം ഏതാണെന്ന് ചോദിച്ചാൽ മോദി ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഉടനെ ആപ്പിൾ എന്ന് പറഞ്ഞാല് ചുവന്ന കളറാണ്, ചുവപ്പ് എന്ന് പറഞ്ഞാൽ ചോരയാണ്, ചോര എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപമാണ് എന്ന് പറഞ്ഞ് ശൂലം പൂർണ്ണ ഗർഭിണി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകും.
എന്താണ് ബിജുചേട്ടാ ഇവിടെ നടക്കുന്നത്? ധനുഷേ, ഞാനും ധനുഷും ഒക്കെ മുഖ്യധാര ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. അതെ. പക്ഷെ നമുക്കിത് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഉം. കാരണം ഇത് നമ്മള് എപ്പോഴും നമുക്ക് വാർത്തയ്ക്ക് റീച്ച് വേണം. അതൊരു ഒരു കാര്യം തന്നെയാണ്. വാർത്ത വേണം, അതെ. വാർത്തയ്ക്ക് റീച്ച് വേണം. പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ റീച്ച് ഉള്ളവരുണ്ട്. എല്ലാ നേതാക്കളും റീച്ച് ഉള്ളവരല്ല. ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തില് BJP-യുടെ റീച്ചുള്ള, അതായത് നമ്മൾ വാർത്തകൾ ചെയ്താലോ വീഡിയോകൾ ഉം. ചെയ്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലോ റീച്ചുള്ള നേതാവ് ഒന്ന് സുരേഷ് ഗോപിയാണ്, ഉം. മറ്റൊന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ ഉം. സുരേന്ദ്രനിലേക്ക് പോകുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ മൈലേജ് ആണ് അല്ലെങ്കിൽ ഒരു റീച്ചാണ്. സുരേഷ് ഗോപി അങ്ങനെയല്ല. പൊളിറ്റിക്കലിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ വിഭാഗം പേര് അദ്ദേഹത്തിന്റെ വാർത്തകൾ കാണും. അതെ. നമുക്കറിയാം ഈ വാർത്തകൾ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഒരു പ്രസ്താവനയിൽ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടത് ഇല്ലെങ്കിൽ അതിനെ വിവാദമാക്കാൻ വേണ്ട ഭാഗം മാത്രം 30 സെക്കൻഡുള്ള ഒരു ബൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഉം. ഏറിപ്പോയാൽ 45 സെക്കൻഡ്. ഒരുപക്ഷെ ഈ വിവാദം ഉണ്ടാകുന്ന ബൈറ്റുകളൊന്നും 45 സെക്കൻഡ് ബൈറ്റുകളില്ല. കാരണം വിവാദം ഉണ്ടാകുന്ന 2-3 വരികളെ പറയും. അപ്പൊ 30 സെക്കൻഡിൽ താഴെ ആയിരിക്കും എല്ലാ ബൈറ്റുകളും ഈ വിവാദം ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് ഉം. പഠന വിഷയമാക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു വ്യക്തി പറയുന്ന ആ ഒരു ഫുൾ സെന്റൻസ് പറഞ്ഞാൽ മിനിമം ഒരു 45 സെക്കൻഡ് എടുക്കുമ്പോൾ വിവാദമാകുന്ന ബൈറ്റുകൾ എന്തുകൊണ്ടാണ് 30 സെക്കൻഡോ അതിൽ താഴെയോ വരുന്നതെന്ന് ചോദിച്ചാൽ, ആ പറയുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു അനക്കം, ഒരു ഓളം ഉണ്ടാക്കാൻ ഒരു ദിവസം ചാനലിന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് പറ്റും. സ്വാഭാവികമായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആളുകൾ വരും, ചർച്ച വരും, അത് സ്വാഭാവികമാണ്. ഇവിടെ ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേരളത്തിൽ BJP-യുടെ ഒരു മാവാണ്, നിറയെ മാങ്ങ പിടിച്ച് നിൽക്കുന്ന ഒരു മാവാണ് സുരേഷ് ഗോപി. എങ്ങനെ ഏത് മാധ്യമപ്രവർത്തകൻ വഴി കൂടെ പോയി എറിഞ്ഞാലും 1-2 മാങ്ങ കിട്ടാതിരിക്കില്ല. പക്ഷെ ബാക്കി BJP-യിലുള്ളവരെല്ലാവരും തന്നെ വളരെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളാണ്. അവരുടെ അടുത്ത് ഇതുപോലുള്ള അഭ്യാസങ്ങൾ നടക്കുക പ്രയാസകരമാണ്. കാരണം അവർക്ക് ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത് നല്ല ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ അളന്നു മുറിച്ചുള്ള വാക്കുകളായിരിക്കും അവർ പറയുക. അതുപോലെ തന്നെ അവരുടെ കൈവിട്ട് പോകാതിരിക്കാനുള്ള ഒരു ശ്രമം അവര് നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ നന്നായിട്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് ചിരിച്ച് വളരെ കൂളായിട്ട് അദ്ദേഹം വിവാദ വിഷയങ്ങളൊന്നും തലയിടാതെ ഇതുവരെ, നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ പോയിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണെന്ന് തോന്നുന്നു. അതൊരു ഒരു ടെക്നിക്കാണ്, ഒരു നാക്കാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അതിനകത്തെ കുതന്ത്രങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ ടെക്നിക്ക് കൂടെ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും മറ്റും ഇടം നൽകുന്ന ഒരു ഫീൽഡാണ്. കാരണം രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതാരും ആയിക്കോട്ടെ, സിനിമാ താരമായിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ചുറ്റുപാടും മുഴുവൻ കിടങ്ങുകൾ തീർത്തുകൊണ്ട് ശത്രുക്കൾ എപ്പോഴും ഉണ്ടാകും. അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കും എല്ലാവരും, അവരുടെ നോട്ടം ശ്രദ്ധിക്കും എല്ലാവരും, എന്തും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അതിലൊക്കെ കറക്റ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പൊതുജീവിതവും വ്യക്തിജീവിതവും ഒക്കെ ഈ മുൽപ്പാലത്തിൽ കൂടെ ഒരു സഞ്ചാരവുമാണ്. അവിടെയാണ് സുരേഷ് ഗോപി ഇരയാക്കപ്പെടുന്നത് എന്ന് പറയും. അതിൽ ഒരു പരിധി വരെ മാധ്യമങ്ങളെ സഹായിക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപി തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല, രാഷ്ട്രീയക്കാരനല്ല, ഒരു പൊതുപ്രവർത്തനാണ്. പൊതുപ്രവർത്തനായിട്ട് അദ്ദേഹം എങ്ങനെയാണ് വരുന്നത്? സിനിമയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ സിനിമയിൽ ഉള്ളതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അതായത് ഒറ്റയ്ക്ക് പടവെട്ടി വന്ന് സിനിമയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് എത്തുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പെറ്റമ്മയാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടില്ല, വന്ന വഴി മറന്നില്ല എന്ന് മാത്രമല്ല, തന്നെ, അതായത് സുരേഷ് ഗോപി വെറുമൊരു നടൻ എന്നുള്ള ഇമേജിലല്ല നിൽക്കുന്നത്. കിട്ടിയ സിനിമയിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ ഈ പാവപ്പെട്ട മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ച ഉള്ളവർക്ക്. ഇപ്പൊ ഇന്നും ഒരു വാർത്ത വന്നിരിക്കുന്നു, സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് തൃശ്ശൂരുള്ള ഒരു കൈത്തറി മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആ പണം എവിടുന്ന് വരുന്നത്? സിനിമയിൽ നിന്നാണ് വരുന്നത്. അതല്ലാതെ ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് ജയിച്ചു പോയ MLA-മാരില്ലേ, കൊല്ലത്ത് മുകേഷ് ഒക്കെ സിനിമാ നടൻ എന്നുള്ള ലെവലിലാണ് ജയിച്ചു പോയത്. അതല്ലാതെ അവിടെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതോ ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിലോ അല്ല, സിനിമാ നടൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ സിനിമാ താരത്തിനപ്പുറത്തേക്കാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ ഇത്രയും കാലം സഹവസിച്ചിരുന്ന ഇല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖല സിനിമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഡയലോഗ് പ്രസന്റേഷനിലും അത്തരത്തിൽ തന്നെ വരും. ഇനി ഇങ്ങനെയുള്ള കാര്യം നോക്കുമ്പോഴാണ് നമ്മളിവിടെ എം എം മണിയാശാനുണ്ട് CPM-ന്റെ. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ എവിടുന്നാണ് വരുന്നത്? അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, ജനിച്ച നാളുകൾ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം പറയുന്നത് പാർലമെന്ററി
വേർഡ്സ് ആണോ പറയുന്നതെല്ലാം? അല്ല, നാടൻ ഭാഷ, ഇവിടെ അങ്ങനെയല്ല. നാടൻ ഭാഷ, അതിനെ നമ്മൾ പാവപ്പെട്ടവന്റെ നാടൻ ഭാഷ. ഭാഷ എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചു നിർത്തും. ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ സിനിമയുടെ ഒരു തലത്തിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ പോകുന്നത്. അതിപ്പോ മാറുമോ എന്ന് ചോദിച്ചാൽ മാറാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹം നിരന്തരം ഇത് പറഞ്ഞ് ശീലമായിട്ടുള്ളതാണ്. അവിടെയാണ് ഈ മായക്കാഴ്ച, കിരാതം, പ്രജ, പ്രജാപതി, ഉന്നത കുലജാതൻ, പിന്നെയുണ്ട് കുറെ പദാവലികൾ മലയാളത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുക വെച്ചാൽ ഈ പദാവലികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ചേരുന്നിടത്തെ ചേർക്കാറുള്ളൂ. പക്ഷെ ചേരുന്നിടത്തും ചേരാത്തിടത്തും അത് ചേർക്കാമെന്ന് തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതായത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ചേരുന്നിടത്തെ അത് ചേർത്ത് വെക്കും. കിരാതമെന്നായാലും പ്രജയെന്നായാലും പ്രജാപതി എന്നായാലും അത് ഒരിക്കലും ചേരാത്ത ചില സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇടുകയാണ്. അതായത് നല്ലൊരു സാമ്പാർ വെക്കുമ്പോൾ അതിനകത്തോട്ട് മീൻ കഷ്ണം കൊണ്ടിടുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക്. ഇനി അങ്ങനെയിട്ട് സാമ്പാർ വെക്കുമോ എന്നറിയില്ല. ഇപ്പൊ ഏതായാലും ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാര രീതി. അതിനകത്ത് അദ്ദേഹം തെറ്റ് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സംസാര രീതി അതാണ്. പക്ഷെ സംസാരത്തിനപ്പുറം അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത്തരം സംസാര രീതികളാണ് അദ്ദേഹത്തിന് കയ്യടി നേടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ ഒരു കാര്യം. ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ശ്രീമാൻ കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ പാർട്ടി അധ്യക്ഷനൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ തൃശ്ശൂര് പൂരസമയത്ത് വന്നിറങ്ങിയത് ആംബുലൻസിലല്ല, അതൊരു മായക്കാഴ്ചയായിരുന്നു, സുരേന്ദ്രൻ കണ്ടത് മായക്കാഴ്ചയാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ ഇരുന്ന് സുരേന്ദ്രന്റെ കിളിപോട്ട് ഉണ്ടാകും ഒരു പക്ഷെ. പക്ഷെ അത് പുള്ളി പറയുമ്പോൾ അത് ആ പഞ്ച് ഡയലോഗിലാണ് പുള്ളി പറയുന്നത്. ആ പഞ്ച് ഡയലോഗ് പറയുമ്പോൾ അവിടെ വലിയ കയ്യടിയാണ് ആ വേദിയിൽ ഉയരുന്നത്. അതായത് ഈ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ. പക്ഷെ നമ്മൾ അതിന് നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം, ഇത് എന്താണ് ഈ പറയുന്നത്, എന്ത് മായക്കാഴ്ചയാണ്. ഇദ്ദേഹം ആംബുലൻസിൽ അവിടെ വന്നിറങ്ങുന്നു, അതിന്റെ വീഡിയോ വന്നതാണ്. അവിടുത്തെ അനീഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് പറയുന്ന ആംബുലൻസിലാണ് കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ പാടെ മറിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം. അദ്ദേഹം ഇനിയും മാധ്യമങ്ങളെ മെരുക്കി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങനെ വേണം എന്നുള്ളത് അദ്ദേഹം പഠിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്ലാസ് ഒരുപക്ഷെ പാർട്ടി കൊടുക്കുമായിരിക്കാം. ഇല്ല എങ്കിൽ പാർട്ടി കരുതുന്നത് എന്താണ്, ഇത്തരം ഡയലോഗുകൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗുകളും ഒക്കെ ഈ വൈകാരികമായ നിമിഷങ്ങളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. സുരേഷ് ഗോപി എന്തായാലും അതിൽ മനഃപൂർവ്വം പറയുന്ന ഡയലോഗുകളെ അല്ല ഇതൊന്നും. അദ്ദേഹത്തിന് ഈ വാക്കുകൾ കിട്ടാതെ വന്നിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അതിലെ രസകരമായ കാര്യം. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും എല്ലാ അല്ല, അദ്ദേഹം ബൈറ്റുകളും എടുത്തു പറഞ്ഞതിന്റെ ആ നോക്കിക്കഴിഞ്ഞാൽ ക്രക്സിലോട്ട് നമുക്ക് വന്നാലുണ്ടല്ലോ, സുരേഷ് ഗോപി പറഞ്ഞത് ഒരു പട്ടികജാതി വകുപ്പ് ഒരു മുന്നോക്കക്കാരനും മുന്നോക്ക വകുപ്പ് ഒരു പിന്നോക്കക്കാരനും ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കാരണം ഈ പട്ടിക വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ അവരിപ്പോ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റി നിർത്തുന്നില്ല, അവരെ ഉണ്ടല്ലോ. കാരണം പട്ടിക മോർച്ചയുണ്ട്, മറ്റേ പട്ടികജാതിക്ക് വേണ്ടി വേറെ പല കാര്യങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് പോലും ജാതിക്ക് മറ്റേ വേണ്ടി വേറൊരു പാർട്ടി അവർ രൂപീകരിച്ചു വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെ കരുണാകരൻ മാത്രമാണ് SC ST വകുപ്പ് ഭരിക്കാനുള്ള ഒരു മന്ത്രിയായിട്ടിരുന്നത്. വേറെ ആരും ഇവിടെ ഭരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ പട്ടികജാതി പട്ടിക വകുപ്പ് വിഭാഗക്കാരൻ ഉണ്ടായിരുന്നോ? ഇത് ഇവിടെയുള്ള സംഘപരിവാറുകാരാണ് ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് അവരാണ് ആ നവോത്ഥാനം അവിടെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരാളെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്, പട്ടികജാതി പട്ടിക വകുപ്പിലുള്ള ഒരാളെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെയുള്ള വകുപ്പ് ഭരിക്കട്ടെ, ഇവിടെ എന്താണ് വേറൊരു മുന്നോക്ക വിഭാഗക്കാരൻ ഭരിക്കട്ടെ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അതൊരിക്കലും തെറ്റില്ല. ധനുഷ് സൂചിപ്പിച്ച കണക്ക് ശ്രീമാൻ കെ കരുണാകരൻ ആ വകുപ്പ് ഭരിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അദ്ദേഹം അത് ഭരിക്കുമ്പോൾ ഭരിച്ചിട്ടില്ല. അദ്ദേഹം ഞാനൊരു ഭരിക്കുമ്പോൾ കാര്യം പറയട്ടെ, ഈ ദേവസ്വം ബോർഡ് വകുപ്പ് നമ്മുടെ രാധാകൃഷ്ണൻ സാറിന് കൊടുത്തല്ലോ മന്ത്രിയായിട്ടുള്ള. അതൊരു വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള നീക്കമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. BJP ഒതുക്കാനാണെങ്കിൽ പോലും അതൊരു വിപ്ലവാത്മക നീക്കമായിരുന്നു. അദ്ദേഹം അത് ഗംഭീരമായിട്ട് ഭരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഇപ്പൊ MP ആയിട്ട് പോയിട്ടുമുണ്ട്. അപ്പൊ അത് ഇതായിരുന്നു. ഇപ്പൊ ദേവസ്വം ബോർഡ് എന്താണ് സോ കോൾഡ് ഹിന്ദുവിൽ ഇന്ന ജാതിയിൽപ്പെട്ട ആള് തന്നെ ഭരിക്കണമെന്നൊന്നുമില്ലല്ലോ. അതൊരു പട്ടികജാതിക്കാരൻ, അതല്ലേ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ആയിക്കൂടെ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഇന്റൻഷൻ, അല്ലായിരുന്നോ? അല്ല, ഈ സുരേഷ് ഗോപി പറഞ്ഞതിനകത്ത് എനിക്ക് കരുണാകരനെ വെച്ച് നമുക്കൊരു ഉദാഹരണം പറയാം. കരുണാകരൻ ആ വകുപ്പ് ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടം
പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. കോൺഗ്രസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കോളനിയിലൊക്കെ കൈപ്പത്തി ചിഹ്നം പതിഞ്ഞത് കരുണാകരന്റെ ഭരണകാലത്താണ്. അത് വെറുതെ അങ്ങ് പതിഞ്ഞതല്ല. അത് അവരുടെ ഇടയിൽ അത് കണക്കൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതും കരുണാകരന്റെ ഈ ഒരു ഉള്ളത് കണക്ക് തന്നെ പറയണം. പാർട്ടി കാരണം കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP എന്നുള്ളതല്ല. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ അതൊക്കെ എന്റെ കുട്ടിക്കാലത്താണെങ്കിൽ പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവർക്ക് ആട്, കോഴി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പക്ഷെ കേരളത്തിൽ തന്നെ ആദ്യം കരുണാകരനായിരിക്കും. ഈ വിഭാഗങ്ങൾക്ക് കോഴി വളർത്തുന്നതിന് വേണ്ടിയിട്ടും ആട് വളർത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള അനവധി പദ്ധതികൾ കൊണ്ടുവരികയും അത് വിതരണം ചെയ്യുന്ന ഒരു വലിയ രീതി. ഒരുപക്ഷെ അദ്ദേഹം അത് തെരഞ്ഞെടുപ്പിനെ മുൻകണ്ടുകൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ കേരളത്തിലെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പട്ടിക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ ഉന്നമനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആരെങ്കിലും ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? അവരുടെ അവസ്ഥ പലയിടത്തും ഇപ്പോഴും പഴയതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ വിഭാഗം വലിയ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് തന്നെ ഒരു വലിയ വളർച്ചയാണ് കാണിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നോ ഗോത്രവർഗത്തിൽ നിന്നോ? പറ്റില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, അവരുടെ എത്ര MP-മാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പട്ടികജാതി പട്ടികവർഗ MP-മാരുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും അത് അവർ അവിടെയാണ് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. സംവരണ സീറ്റിൽ നിന്നല്ല അവരുടെ പല MP-മാരും ജയിച്ചത്. അത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ധീരമായിട്ട് അങ്ങനെ ഒരു നിലപാടെടുത്ത പാർട്ടി BJP ആണെന്ന് തോന്നുന്നു. അവർ ജനറൽ സീറ്റിൽ കൊണ്ട് പട്ടികജാതി പട്ടികവർഗത്തിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് അവരുടെ വളർച്ച കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽ നിന്ന് MLA-മാരുള്ള പാർട്ടി BJP ആണ്. ഇതൊക്കെ നമ്മുടെ സംവരണ സീറ്റിൽ നിന്ന് ജയിക്കുന്ന സീറ്റല്ല. ഇന്നും നമ്മുടെ കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും അവരുടെ സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന MLA-മാരുടെ അപ്പുറത്തേക്ക് ജനറൽ സീറ്റുകളിൽ മത്സരിച്ച് ജയിക്കുന്ന എത്ര പട്ടികജാതിക്കാരുണ്ട്, എത്ര പട്ടികവർഗമുണ്ട്, എത്ര ഗോത്രവർഗമുണ്ട്? ഒരാൾ പോലും ഇല്ല. കാരണം അതിനുള്ള ധൈര്യം ഇവർക്കില്ല. ഇപ്പൊ നമ്മളൊരു ജനറൽ സീറ്റിലേക്ക് ഒരു പട്ടികജാതിക്കാരനെ കൊണ്ട് നിർത്തി ജയിപ്പിക്കാൻ തക്ക മനസ്സ് നമുക്ക് വളർന്നിട്ടില്ല കേരളത്തിൽ നമുക്ക് പറയേണ്ടി വരും. അപൂർവം ചില കാഴ്ച ഒഴിച്ചാൽ ബാക്കി നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജനറൽ സീറ്റിൽ, അതായത് സംവരണം ചെയ്യാത്ത ജനറൽ സീറ്റിൽ കൊണ്ട് പട്ടികജാതിക്കാരൻ നിർത്തി ജയിപ്പിച്ചൊരു പാർട്ടിയാണ് BJP എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപി അല്ല BJP. കാരണം സുരേഷ് ഗോപി BJP-യുടെ ഒരു അണി മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ ഒരു പ്രജ മാത്രമാണ്. കാരണം ഒരു വലിയ ഒരു സംഘടനയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപിക്ക് ഇവിടെ അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് എപ്പോഴും സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ മറ്റു പല വാക്കുകളും ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. ഇത് പലപ്പോഴും അദ്ദേഹം എന്താണോ ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്നതിനേക്കാൾ ഉപരി ആ മെസ്സേജിന് അപ്പുറത്തേക്ക് പോകും. ചില സമയത്ത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ കുറെ വാക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് ഈ ഉദ്ദേശിച്ചൊരു പിടുത്തവും ഉണ്ടായില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ട വാക്കുകളല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രശ്നം. അതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുമില്ല. കാരണം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ എടുത്തു കഴിഞ്ഞാല് ഈ നല്ല രീതിയിൽ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് അല്ലെങ്കിൽ വകുപ്പിനെ മാത്രമല്ല അത്തരം വിഭാഗത്തെ ഒരുപാട് പിടിച്ചുയർത്തിയ ഒരു പാർട്ടി തന്നെയാണ് BJP. ഈ സുരേഷ് ഗോപിയെ മാത്രമാണ് ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് സ്വാഭാവികമായി ഒരു വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് അതിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല. കാരണം സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നലെയല്ല, ഇതിനു മുമ്പ് അദ്ദേഹത്തെ ഒരുപാട് തവണ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞില്ലേ, ഫലമുള്ള മാവിലെ എറിയും. ഇപ്പൊ നമ്മളും മാധ്യമപ്രവർത്തകരാണ്, നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റീച്ച് വേണം, നമുക്ക് കൂടുതൽ പേരിലേക്ക് വാർത്തയെത്തണം. അപ്പോഴങ്ങനെ നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഒരു രീതി അനുസരിച്ച് ചെറിയ ഒരു കാര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രൊവോക്ക് ആകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് വയലന്റ് ആവും. വയലന്റ് ആയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വാക്കുകളൊന്നും കിട്ടില്ല. അപ്പോഴത്തേനും ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകളൊക്കെ പുള്ളിക്ക് കിട്ടത്തുള്ളൂ. ആ വാക്കുകൾ എടുത്തിട്ട് പെരുമാറും. പിന്നെ നമ്മൾ പോയിരുന്നിട്ട് ഈ വാക്കുകൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കും. ഇതാണ് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നതും ഇതാണ്. നേരെ മറിച്ച് ജോർജ് കുര്യന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ജോർജ് കുര്യൻ വളരെ ബ്രില്യന്റ് ആയ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരുമാതിരിപ്പെട്ട ഉടായ്പൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ നമ്മൾ എത്ര പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എത്ര വളച്ചുകെട്ടി ചോദ്യം ചോദിച്ചാലും ഏതൊക്കെ ട്രാപ്പിൽ നമ്മൾ വീഴ്ത്താൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ രീതി വരില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ആണ്. പൊളിറ്റിക്സിൽ നിന്ന് അനവധി പത്രക്കാരെ കൈകാര്യം ചെയ്ത് മാധ്യമങ്ങൾക്ക് പ്രസ് മീറ്റ് നടത്തി അതൊക്കെ കൈകാര്യം ചെയ്ത മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ജോർജ് കുര്യന്റെ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായി മാറാഞ്ഞത്.
കാരണം മാറാൻ കഴിയില്ല. കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് കത്തുന്നു എന്ന് കണ്ടാൽ ഈ ജോർജ് കുര്യൻ തന്നെ നാളെ മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് അദ്ദേഹം ഇതിലും വലിയൊരു പ്രസ് മീറ്റ് നടത്തും. അപ്പൊ പല കണക്കുകളും കാര്യങ്ങളും അദ്ദേഹം പുറത്തു വിട്ടുകൊണ്ട് ഒരു വലിയ പ്രസ് മീറ്റ് ആണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി സുരേഷ് ഗോപിയെക്കാളും ജോർജ് കുര്യനാണ് ഉള്ളത്. കാരണം പ്രാക്ടിക്കലി പൊളിറ്റിക്കൽ ലൈഫ് ഉള്ളത് ശ്രീ ജോർജ് കുര്യൻ തന്നെയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴീ വിവാദം വന്നു തീർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ തന്നെ ചെന്നിട്ട് ചോദിക്കുന്നത് സുരേഷ് ഏട്ടന്റെ ഷർട്ട് കൊള്ളാമല്ലോ, ഷർട്ടിലേക്ക് ഡിസൈൻ ആരാ വരച്ചത്, ഇതാണ് ചോദിക്കുന്നത്. ഒരു മടിയും കൂടാതെ അപ്പൊ പുള്ളി പറയുന്നുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു വരപ്പിച്ചതാണ് എന്നൊക്കെ പറയും. ഇവര് തന്നെ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ പിന്നെയും ചെന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. ഇതാണ് അതായത് എന്താ എനിക്ക് തോന്നുന്നത്, സുരേഷ് ഗോപിക്ക് ഒരു 5 വർഷമൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇവരോടൊക്കെ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാകുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു BJP അത് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം അവരും കാര്യമാക്കുന്നില്ല. ബഹുഭൂരിപക്ഷം ജനം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളൊന്നും വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ മായക്കാഴ്ച എന്ന് പറഞ്ഞപ്പോ കേരളത്തിന് ഞെട്ടലുണ്ടായോ? ആർക്കും ഞെട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞ ഉന്നത കുലജാതൻ എങ്ങും അതൊരു ചർച്ചയായി പോലും വന്നില്ല. കാരണം ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം മലയാളി ആ വാക്കുകൾക്ക് കൊടുക്കുന്നില്ല. പക്ഷെ മലയാളി കൊടുക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതായ വിഷയം. തൃശ്ശൂര് അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അവിടെ വേണ്ട കാര്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് മറുപടി ജനം നേരിട്ട് ചോദിക്കും. അപ്പോ പ്രജയ്ക്കുള്ള മറുപടി പ്രജാപതി കണ്ടെത്തിയേ മതിയാകൂ. അവിടെയാണ് അതിന്റെ ഒരു വിഷയം വരുന്നത്. കാര്യങ്ങൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമ്മൾ സുരേഷ് ഗോപി എന്തു പറഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. പകരം സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, തൃശ്ശൂരിന്റെ MP ആണ്. ഞാൻ അറിഞ്ഞത് ഇന്നലെ ഞാൻ കണ്ട അദ്ദേഹത്തിന്റെ MP ഓഫീസ് തൃശ്ശൂർ തുറന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വലിയ വിവാദമായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ MP ഓഫീസ് തുറക്കാത്ത ഒരു MP. അദ്ദേഹം അത് MP ഓഫീസ് തുറന്നിട്ടുണ്ട്. അത് വലിയ ചടങ്ങൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം ഇല്ല, അദ്ദേഹം പാർലമെന്റിലാണ്. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമുണ്ടാകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് വലിയ ഗൗരവമായിട്ട് ആരും കാണില്ല. എന്നാലും സുരേഷ് ഗോപിയെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് ആരാണ് ഈ ഉന്നത കുലജാതൻ എന്നുള്ളതാണ്, സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എങ്ങനെ. പക്ഷെ ആ ഒരു ഇന്റൻഷൻ നിങ്ങളെടുത്ത് പരിശോധിക്കാൻ പറഞ്ഞാൽ അവർ പരിശോധിക്കാൻ തയ്യാറുമല്ല എന്നുള്ളതാണ്. ഇന്റൻഷൻ ഒന്നും നോക്കാൻ പറ്റില്ല എന്നാണ് പല മാധ്യമ സംഘങ്ങളും പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി ഇതിന് വിശദീകരണമായിട്ട് ഒരു വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ പുതിയ ഇതുപോലുള്ള വിവാദങ്ങൾക്കായി കാത്തിരിക്കാം. താങ്ക് യു ബിജു.